ബില്ലിനെ പൂർണ്ണമായും എതിർക്കുകയാണ്. സർ, ഇത് നഗ്നമായ വിദ്യാഭ്യാസ കച്ചവടമാണ്. പണമുള്ളവൻ മാത്രം പഠിച്ചാൽ മതി എന്ന തത്വത്തിലേക്കാണ് സർ ഇത് വരുന്നത്. സർ 10 വർഷം മുന്നേ UDF കൊണ്ടുവന്ന അതേ ആശയം LDF നടപ്പാക്കുകയാണ് സർ. ഈ ബില്ല് പൂർണ്ണമായും പിൻവലിക്കണം എന്നാണ് സാർ എന്റെ അഭിപ്രായം. അത് പിൻവലിച്ച് ഇല്ലെങ്കിൽ നേരത്തെ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനൊക്കെ എതിർത്ത ആളുകൾ അതേ നയം ഇന്ന് തുടരുകയാണ്. ഇത് പണമുള്ളവർക്ക് മാത്രമേ ഇവിടെ പഠിക്കാൻ കഴിയൂ. 25 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ ആ 25 ലക്ഷം വിദ്യാർത്ഥികളിൽ നിന്നാണ് ഈടാക്കേണ്ടത്. പിന്നെ എവിടെയാണ് സാർ ഈ വിദ്യാർത്ഥികൾ പോകേണ്ടത്? സാർ, എല്ലാ കോളേജുകളും എയ്ഡഡ് കോളേജുകൾ A ഗ്രേഡ് ഒക്കെ ആയി എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് അത്തരം സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ ഉണ്ടാവുന്നില്ല? അവിടെയാണ് പണമുള്ളവൻ പഠിക്കുക എന്ന ദാരിദ്ര്യത്തിലേക്ക് ഇടതുപക്ഷം ഇങ്ങനെ ഒരു ബില്ല് കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും ഈ ബില്ലിനെ എതിർക്കുകയാണ്. ഈ ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ സംസ്ഥാനത്തൊരു പുതിയ കാൽവയ്പിലേക്ക് നമ്മൾ വരികയാണ്. ഇത് നേരത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് ഈ ബില്ല് കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ഒരു ശ്രമം ഉണ്ടായി. ഇപ്പോൾ ഈ ബില്ല് വരുന്നു. തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിൽ കുറ്റമറ്റ നിലയിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു ജാഗ്രത ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് ആണ് ഈ വികാരം. സാർ, അതിന് കഴിയുന്ന വിധത്തിൽ കുറ്റമറ്റ നിലയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. സാർ, ഒറ്റ കാര്യം സാർ, സഹകരണ മേഖലയിൽ കൂടി സൗജന്യമായി പഠിക്കുവാൻ കഴിയുന്ന സാഹചര്യം സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഈ രംഗത്തുണ്ട്. സർവകലാശാലകളുടെ നിശ്ചയമായും നമ്മൾ ആ ഒരു പരിധിയിലേക്ക് ഇത് വരുമ്പോൾ അത്തരം കുട്ടികൾക്ക് കൂടി, അവർ നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന പാവപ്പെട്ട കുട്ടികൾ ഇഷ്ടം പോലെ പഠിക്കുകയാണ്, അവരെ കൂടി ഇതിൽ സൗജന്യമായി പഠിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പുവരുത്താൻ ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്ന് കൂടെ.